ISROയുടെ മുൻ ചെയർമാൻ ഡോക്ടർ ശിവൻ നമുക്കൊപ്പം ചേരുന്നു. സർ, ഈ നമ്മുടെ വികസന നേട്ടങ്ങളിൽ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഗഗൻയാൻ മാറുകയാണല്ലോ. ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമ്മുടെ എത്ര കണ്ട് നമ്മൾ ഈ ദൗത്യത്തിലേക്ക് അടുക്കുന്നു എന്നൊരു സൂചനയാണ്. ഈ ഗഗൻയാൻ പ്രോഗ്രാം ഈസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അനൗൺസ്ഡ് ബൈ അവർ ഹോണറബിൾ PM. PM very closely monitoring the progress. ഇപ്പൊ ഇന്ന് നേരിട്ട് വന്ന് അവിടെ VSSൽ റിസീവ് ചെയ്തത് ഒരു നല്ല ഒരു എഫർട്ടാണോ. അതുകൊണ്ട് നല്ല ആൾക്കാർക്കെല്ലാം നല്ല ഒരു മോട്ടിവേഷൻ കിട്ടും. അതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഈ ഗഗൻയാൻ മിഷനെ എളുപ്പത്തില് അച്ചീവ് ചെയ്യാനാ ഇത് ഉപയോഗമായിരിക്കും. സാർ, ഈ 2020-ലാണല്ലോ ഇവരെ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ സീക്രട്ടീവായിട്ട് തന്നെ, വളരെ രഹസ്യമായിട്ട് തന്നെ ഇവരുടെ വിവരങ്ങളെല്ലാം കൊണ്ടു നടക്കുകയായിരുന്നു ISRO. അതെന്തുകൊണ്ടായിരുന്നു ആ രീതിയിലുള്ള ഒരു നേച്ചർ കൊണ്ട് നടന്നത്? എന്തുകൊണ്ടായിരുന്നു? അത് ജനറലായിട്ട് വന്നത് അങ്ങനെയാണ്. അതായത് ആസ്ട്രോനോട്ട് സെലക്ഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അവങ്ങൾക്ക് ഭയങ്കര ബിസിയാണോ നവംബര് നിറയെ ട്രെയിനിങ് ബിസിയായിരുന്നു. അതാണ് കാര്യം. കേരളത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ മലയാളി സാന്നിധ്യം ഈ യാത്രിക സംഘത്തിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് കൺഫേം ചെയ്യാമോ? കേരളത്തിലുണ്ട് ഒരു അസ്ട്രോനോട്ട് ഉണ്ട് ടീമില്. ഈ 2025-ലാണല്ലോ ഇതിന്റെ മിഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2024-ല് ഒരു റോബോട്ടിനെ തന്നെ എത്തിച്ചുകൊണ്ടുള്ള GX 2024 അത് ഏത് തരത്തിലാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ISRO ഹൗ ഡ്രീം അബൌട്ട് ദാറ്റ്? അത് ഇത് ആക്ച്വൽ ഗഗൻയാൻ മിഷൻ അസ്ട്രോനോട്ട് ഇവിടെ മുൻപായിട്ട് അസ്ട്രോനോട്ട് ഇല്ലാതെ ഒരുപാട് ടെസ്റ്റെല്ലാം ഉണ്ട്. ആ ടെസ്റ്റ് സൈറ്റ് നടക്കും. അതേമാതിരി അതേ ഗഗൻയാൻ പ്രോഗ്രാം അതേമാതിരി ഫുൾ കോൺഫിഗറേഷന്റെ അസ്ട്രോനോട്ട്സ് ഇല്ലാതെ മുതലേ വിടും. എല്ലാം വിട്ട് നോക്കിയിട്ടാണ് പിന്നെ അസ്ട്രോനോട്ടെ മേലെ അയക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ ശിവൻ സംസാരിച്ചു.